എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംവിധായകവും അഭിനയവും പാട്ടും ലാലേട്ടൻ തന്നെ. ബറോസിന്റെ ആദ്യ ഗാനം ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇസബെല്ല എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നതും ലാലേട്ടൻ തന്നെയാണ്. ലിഡിയൻ നാദസ്വര കമ്പോസ് ചെയ്തിരിക്കുന്ന ഗാനം സ്റ്റുഡിയോയിൽ നിന്നും പാടുന്ന ലാലേട്ടന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തു വന്ന ഉടൻ തന്നെ ചിത്രത്തിലെ ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഇസബെല്ല എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. വിദേശ ഓർക്കസ്ട്ര ടീമാണ് പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായിട്ട് ബറോസ് തിയേറ്ററുകളിലെത്തും. മികച്ച പ്രതികരണങ്ങളായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന് ലഭിച്ചത്. സിനിമയുടെ വിഷ്വൽ 3D ട്രെയിലറാണ് പുറത്തിറങ്ങിയത്. ലാലേട്ടന്റെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കൂടിയാണ് ആ ഒരു ട്രെയിലർ പുറത്തു വന്നത്. മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി ലാലേട്ടൻ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ബറോസ്. ലാലേട്ടൻ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. നിധി കാക്കുന്ന ഒരു ഭൂതവും ഒരു കൊച്ചുകുട്ടിയും അവരുടെ അത്ഭുത ലോകവുമാണ് സിനിമയുടെ ഇതിവൃത്തം. കുട്ടികളും കുടുംബങ്ങൾക്കും ഒരേപോലെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള എല്ലാ വിഭവവും ബറോസിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോളിവുഡിൽ തന്നെ മികച്ചൊരു ബഡ്ജറ്റിൽ തന്നെയാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിൽ പ്രവർത്തിച്ച ഭൂരിഭാഗവും ആൾക്കാർ ലോകോത്തര നിലവാരമുള്ള വ്യക്തികളാണ് ചിത്രത്തിൽ കൂടുതലും പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി സിനിമയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് അല്പസമയം പുറത്തു വന്ന ബറോസിലെ ലാലേട്ടൻ പാടിയ ആ ഒരു ഗാനം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.